നമുക്കിന്ന് കളർഫുള്ളും ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയാലോ? ഞങ്ങളെന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ കുറച്ച് പച്ചക്കറി കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് പച്ചക്കറി ഇച്ചിരി വെറൈറ്റി ആയിട്ട് കഴിച്ചാലോ എന്ന് വിചാരിച്ച്. ഇതുണ്ടാക്കാൻ നമുക്ക് അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങ വേണേ. ഞങ്ങൾക്ക് ഇവിടെ ഇതിന് തോത്താപ്പൂരി എന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്ന് കിളിച്ചുണ്ടൻ മാങ്ങയാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇത് പിന്നെ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തോത്താപ്പൂരി ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇനി സവാളയും കൂടെ ഇതുപോലെ നീളത്തിൽ അധികം വണ്ണമൊന്നും ഇല്ലാതെ അരിഞ്ഞെടുക്കണം. ഞങ്ങൾ ഈ സാലഡിന് പേർപ്പിൾ ക്യാബേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ക്യാബേജ് യൂസ് ചെയ്യണമെങ്കിലും അത് യൂസ് ചെയ്യാം. ഞങ്ങളിത് യൂസ് ചെയ്യുന്നതിൻ്റെ റീസണ് ഇത് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതലാണ്. ഇത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ്, ഇൻഫ്ലമേഷൻ മാറാനായിട്ട് നല്ലതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ചേർക്കാം. അതും ഇതുപോലെ അധികം വണ്ണമൊന്നും ഇല്ലാതെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലോട്ട് ക്യുക്കുംബർ കൂടെ ആഡ് ചെയ്യാം. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് അധികം വണ്ണമൊന്നും ഇല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. അത് തീരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഡയറ്റും വെയിറ്റ് ലോസും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊരു നല്ലൊരു സാലഡാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കാം. ചാട്ട് മസാലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ച് അതും കൂടെ ആഡ് ചെയ്യാവേ. പിന്നെ കുറച്ച് പുളി വേണമെന്ന് തോന്നുവാണെങ്കിൽ ആംചൂർ പൗഡറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. ഈ സാലഡിൻ്റെ ടേസ്റ്റ് ശരിക്കും നല്ലോണം ഒന്ന് ഇറങ്ങി വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. നിങ്ങൾ എന്തായാലും ഈ ഒരു വെറൈറ്റി സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഒന്ന് അഭിപ്രായം പറയണേ.